ഇന്ദ്രജേ, ഏ രുദ്രസ, 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 രുദ്രസ. നിങ്ങൾ രണ്ടുപേരുവേ താഴെ ഉണ്ടാവണമായിരുന്നു. എന്തുപറ്റി? അവനല്ലേ ആ രാജുസ്വാമി. അവനാണല്ലോ ഇവിടെ ആദ്യം ഭക്തി കച്ചവടം തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അളിയന്റെ മുന്നിലും നന്ദിനിയുടെ മുന്നിലും എന്റെ 2 പൊന്നു കുട്ടിയൊക്കെ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നത്. എല്ലാം ഇന്നത്തോടെ തീർന്നു. ഇടം വലം ചീത്ത എന്ന് പറഞ്ഞ അറഞ്ചം പൊറഞ്ചം ചീത്ത. രാജുനെ അവനെ മാത്രമല്ല, അവന്റെ അച്ഛനെയും അവന്റെ അച്ഛന്റെ പരമ്പര മുഴുവനെയും കണ്ണടച്ച് ചീത്ത പറഞ്ഞു ഞാൻ. ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വന്നപ്പോഴേ ഞാനിങ്ങനെ കൈ വാങ്ങിക്കൊണ്ട് ചെന്നത് അവന്റെ നേരെ. അവൻ നിന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോഴാ ഞാൻ എന്റെ കൈ താഴ്ത്തിയത്. ഈ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരിക്കലും നിൽക്കുന്നില്ലല്ലോ. വിജയേട്ടൻ അയാളുടെ കുടുംബക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളത് ഏട്ടനോട് പറയും. ഏട്ടൻ അത് കേട്ടിട്ട് വിജയേട്ടനോട് ചോദിക്കാനും വരും. അങ്ങനെ കുടുംബക്കാരെ എടുത്തു പറഞ്ഞോന്ന് ചോദിച്ചാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൂര്യയോട് ചെന്ന് പറയാൻ സാധ്യത കുറവാ. എന്നാലും അടിക്കാൻ കയ്യോങ്ങിയല്ലോ, അത് അയാൾ ഏട്ടനോട് പറയും. അത് പിന്നെ ഞാൻ അങ്ങനെ കയ്യോങ്ങിയിട്ടൊന്നുമില്ല. ദേഷ്യം വരുമ്പോ ചില സമയത്ത് നമ്മൾ ചിന്തിക്കില്ലേ, അടിച്ചാലോ ഒന്ന്. അത് ബാഹ്യമായിട്ടല്ല, മനസ്സിൽ അത്രയേ ഉള്ളൂ. സൂര്യക്ക് പകരം ചോദിക്കാനായിട്ട് ഒന്നുമില്ല. എന്ന് പറഞ്ഞ പൊട്ടൻ കൊട്ട് കാണാൻ പോയ പോലെ പോയിട്ടിങ് വന്നു. ആ രാജുന്റെ മുമ്പില് എന്തോ ചെന്ന് പറഞ്ഞിട്ട് ദേ അതിന്റെ വീരവാദം പറയാൻ വന്നേക്കാ നമ്മുടെ മുമ്പില്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആരോടെങ്കിലും പ്രതികരിക്കാൻ പറ്റണ്ടേ? ആർക്കെങ്കിലും ഈ വീട്ടിൽ എന്നോട് റെസ്പെക്ട് ഉണ്ടോ? നിങ്ങളൊക്കെ എന്നോട് സ്ഥിരം കാണിക്കുന്നത് അവരൊക്കെ കാണുകയല്ലേ? കാണാതിരിക്കാൻ അവര് അന്തരൊന്നും അല്ലല്ലോ. പിന്നെ അങ്ങനെ അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യാം, നാളെ മുതല് വലിയൊരു സിംഹാസനം പോലത്തൊരു കസേര അറേഞ്ച് ചെയ്തിട്ട് രാവിലെ തന്നെ അതിൽ കൊണ്ടുപോയി ഇരുത്താം. അന്നേരം ഞങ്ങൾ ആരെങ്കിലും 2 പേര് വെഞ്ചാമരം കൊണ്ടങ്ങ് വീശാം. പിന്നെ അവിടെ ഇരുന്ന് കൽപ്പിച്ചാ മാത്രം മതി. എന്തിനാ തല്ലുന്നേ? ഇങ്ങനെയൊക്കെ അങ്ങ് അവഹേളിച്ചാ പോരെ? എന്റെ വിജയേട്ടാ, അല്ലെങ്കിൽ തന്നെ രാജുവിനോടൊക്കെ പോയി സംസാരിച്ചിട്ട് എന്തിനാ? അയാളല്ലല്ലോ നമ്മുടെ പ്രശ്നം. അവനല്ല, പക്ഷേ അവനിലൂടെ നന്ദിനിയിലേക്കൊരു കയറ്റം കയറാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ കയറിയതുപോലെ തിരിച്ചിറങ്ങി. എന്തായാലും കുറച്ചു കഴിഞ്ഞ് സൂര്യ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ 2-3 ദിവസത്തെ ഓഫീസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നവൻ തിരക്കിലായിരിക്കും. സൂര്യ പോയി കഴിഞ്ഞാ അവളെ കൈകാര്യം ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. എന്താ, അതിന് കൂടെ ഉണ്ടോ അതോ ഒളിച്ചോടി പോവാണോ? ഇന്ദ്രജെ, താൻ എന്നെ ഇങ്ങനെ അനുസരണയില്ലാത്തൊരു ബർഗർ അല്ല ഭർത്താവായിട്ട് കാണരുത്. താൻ എന്നെ എവിടെ വിളിച്ചാലും ഞാൻ വരും. ഈ വീടിനെ മേളിൽ നിന്ന് താഴെ ചാടി ചാവാൻ പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. എന്തുകൊണ്ടും ഒരു ഉത്തമ ഭർത്താവാണ് ഞാൻ. പിന്നെ ആ കൈങ്ങന്ന് എന്തുകൊണ്ടും എന്നെ കെട്ടിയത് ഒരു ഭാഗ്യമാണെന്ന് കരുതിയാ മതി കേട്ടോ. പിന്നെ വേദയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്നെ പോലൊരു ഉത്തമ ഭർത്താവിനെ തന്നെ വേദയ്ക്കും കിട്ടും. വിജയേട്ടനെ പോലൊരാളെ എന്താ പിടിച്ചില്ലേ? ഒട്ടും പിടിച്ചില്ല. ഇങ്ങനൊരാളെ ചുമന്നുകൊണ്ട് നടക്കുന്നതിലും നല്ലത് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാ. ഇന്ദ്ര, അവളെന്താ അങ്ങനെ പറഞ്ഞത്?